നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആ ബന്ധം, അതുപോലെ മഹാന്മാരോടുള്ള ബന്ധം, ഇതാണ് ഏറ്റവും അടിസ്ഥാനപരമായ അസ്ൽ. അതിനെ അവരെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കണം. അപ്പോഴാണ് അതുണ്ടാകുക. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു മുസ്ലിമായിട്ട് ആകെ ജീവിച്ചത് എത്ര വർഷം? ഒരു 25-ൽ താഴെ അല്ലെ? 23 വർഷം റസൂലുള്ളാഹിയുടെ കൂടെ, പിന്നെ 1.5 വർഷത്തോളം പിന്നെ ജീവിച്ചു. അപ്പോൾ 24 ചില്ലാനും വർഷം. അവിടുന്ന് കുറെ കഴിഞ്ഞിട്ടാണ് പിന്നെ നിസ്കാരം വുജൂബാകുന്നത്. അതിലും കൂടുതൽ ഇപ്പൊ തന്നെ നമ്മളൊക്കെ നിസ്കരിച്ചില്ലേ അല്ലേ? നമ്മൾ പലരും നിസ്കരിച്ചല്ലോ. 60-70 വയസ്സായവരും ഈ കൂട്ടത്തിലുണ്ടല്ലോ അല്ലെ? ഫർള് നിസ്കരിച്ചവരുണ്ട്. എന്നല്ല മഹാന്മാരായ അയിമ്മത്ത്, ബഹുമാനപ്പെട്ട സക്കരിയുൽ അൻസാരിയെ പോലെയുള്ള മഹാന്മാർ. സക്കരിയുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു ഇബ്നു ഹജർ തങ്ങളുടെ ഒക്കെ ഗുരുവര്യരാണ്. ആ മഹാന് 100-ലധികം വയസ്സ് ജീവിച്ച ആളാണ്. അദ്ദേഹം ദിവസം 100 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്ന മൂപ്പര റാത്തിബായിരുന്നു. അത് 100 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും. വഫാത്താകുന്ന അന്ന് പോലും ആ 100 റക്അത്ത് നിന്ന് നമസ്കരിച്ചു എന്നതാണ് സക്കരിയുൽ അൻസാരിയുടെ പ്രത്യേകത. ആ സക്കരിയുൽ അൻസാരി അടക്കം ഈ ലോകത്ത് കഴിഞ്ഞു പോയ ഖുത്ബുൽ അഖ്താബ് ഗൗസുൽ ആലം അടക്കം, റിഫായി ശൈഖ് തങ്ങൾ അടക്കം, ജുനൈദുൽ ബഗ്ദാദി അടക്കം, ഹസനുൽ ബസരി അടക്കം, എന്തിനേറെ പറയുന്നു മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അടക്കം, എന്റെ ശേഷം ഒരു പ്രവാചകൻ വരുമെങ്കിൽ അത് ഉമറായിരിക്കുമെന്ന് പറഞ്ഞ ആ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളടക്കം ഒരു ഭാഗത്തും സിദ്ദീഖുൽ അക്ബർ മറ്റൊരു ഭാഗത്തും നിന്നാൽ ആരുടെ ഈമാനാ തൂങ്ങുക? സിദ്ദീഖുൽ അക്ബറിന്റെ ഈമാനാ അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്? എന്താ കാരണം? അതിലും കൂടുതൽ കുറെ റക്അത്ത് നിസ്കരിച്ചത് കൊണ്ടല്ല. എത്രയോ നിസ്കരിച്ചത് ഇവിടെ ആളുകൾ ഇവിടെ ഉണ്ട്. അതിലും കൂടുതൽ നോമ്പ് നോറ്റവർ ഇവിടെ ഉണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞു, കൽബിലുണ്ടാകേണ്ടുന്ന ഒരു തഖ്വയുണ്ട്. അത് സിദ്ദീഖിന്റേതാണ് ഭാരം തൂങ്ങിയത്. അല്ലാത്ത മറ്റൊരു കാരണം നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. നോക്കൂ നിങ്ങൾ, അതിന്റെ ഒരൊറ്റ സംഭവം ഞാൻ പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ഒരു ഖബീലയിലേക്ക്, ഒരു ഗ്രാമത്തിലേക്ക് ഒരു വിഷയം പരിഹരിക്കാൻ വേണ്ടി പോയി. അപ്പോ നിസ്കാരത്തിന്റെ ടൈമായി. ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ട നബി സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ വന്നുകൊണ്ട് പറഞ്ഞു, നിസ്കാരത്തിന്റെ സമയമായി, റസൂലുള്ളാഹി എത്തിയിട്ടില്ല. അവ്വലുൽ വഖ്തിൽ നിസ്കരിക്കാൻ റസൂലുള്ളാഹി എപ്പോഴും നമ്മോട് പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഇഖാമത്ത് കൊടുക്കട്ടെ, നിങ്ങൾ നിസ്കരിക്കുമോ എന്ന് ചോദിച്ചു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു, നിസ്കരിക്കാം. അങ്ങനെ ഇഖാമത്ത് കൊടുത്തു. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇമാമായി നിസ്കരിച്ചു. നിസ്കാരം തുടങ്ങി കൈകെട്ടിയ ഉടനെ റസൂലുള്ളാഹി വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്ന വിവരമറിഞ്ഞപ്പോൾ ആ വിവരമറിയിക്കാൻ വേണ്ടി സഹാബത്ത് കൈമുട്ടിയപ്പോൾ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കി. സിദ്ദീഖ് മിഹ്റാബിൽ നിന്ന് പിന്നിലേക്ക് മാറി നിൽക്കാൻ ശ്രമിച്ചു. ആ സന്ദർഭത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, മക്കാനക്ക് അവിടെ തന്നെ നമസ്കരിച്ചോളൂ എന്ന് പറയുകയാണ്. പക്ഷേ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മാറി നിൽക്കുന്നു. അവർക്ക് അവിടെ നിൽക്കാൻ കഴിയുന്നില്ല, മാറി നിൽക്കുന്നു. റസൂലുള്ളാഹി മിഹ്റാബിലേക്ക് കയറി നിൽക്കുന്നു. എന്നിട്ട് ബഹുമാനപ്പെട്ട സഹാബത്ത് സിദ്ദീഖ് പിന്നിലും ബാക്കിയുള്ളവർ അതിന്റെ പിന്നിലുമായി കൊണ്ട് നിസ്കരിക്കുന്നു. നിസ്കാരം പൂർത്തിയാക്കി. റസൂലുള്ളാഹി ചോദിച്ചു, സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു, സഹാബികളെ, നിസ്കാരത്തിൽ എന്തെങ്കിലും വിഷയമുണ്ടാവുകയും ഇമാമിനെ അത് അറിയിക്കേണ്ടിയും വന്നാൽ നിങ്ങൾ കൈമുട്ടുകയല്ല ചെയ്യേണ്ടത്, തസ്ബീഹ് ചെല്ലുകയാണ് വേണ്ടത്. ഇന്നമ തസ്ഫീഖു ലിന്നിസാ, അത് സ്ത്രീകളാണ് കൈമുട്ടേണ്ടത് എന്ന് പറഞ്ഞു. എന്നിട്ട് സിദ്ദീഖിലേക്ക് തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു, മാലക യാ അബൂബക്കർ, അബൂബക്കറെ, നിങ്ങളോട് അവിടെ തന്നെ നിന്ന് നമസ്കരിക്കാൻ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് അവിടെ നിന്ന് നമസ്കരിച്ചില്ല എന്ന് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിനോട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ച സന്ദർഭത്തിൽ ആ മഹാമനുഷ്യൻ പറഞ്ഞൊരു വാക്കുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് എന്ത് എന്ന് മനസ്സിലാക്കാൻ ആ ഒരൊറ്റ വാക്ക് മാത്രം മനസ്സിലാക്കിയാൽ മതി. സിദ്ദീഖ് ആരാ? ഖുറൈശിയല്ലേ? റസൂലുള്ളാഹി ഈ ദീനുമായി വന്ന അന്ന് മുതൽ വിശ്വസിച്ച ആളല്ലേ? എല്ലാ അർത്ഥത്തിലും റസൂലിനെ സഹായിച്ച മഹാവ്യക്തിത്വമല്ലേ? എന്നല്ല, റസൂലുള്ളാഹി തന്നെ അവരുടെ അവസാന കാലഘട്ടത്തിൽ ഒരു പ്രസംഗത്തിൽ പറഞ്ഞു, യാ മഅശറൻ നാസ് മാ മിൻകും മിൻ അഹദിൻ ലഹു ഇൻദനാ യദുൻ ഇല്ലാ വഖദ് കാഫഅനാ.
നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ എന്നെ സഹായിച്ചിട്ടുണ്ട്, ഈ ദീനിനെ സഹായിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ ഞാൻ കഴിയുന്ന വിധത്തിൽ പ്രത്യുപകാരം നൽകിയിട്ടുമുണ്ട്. യുദ്ധത്തിലെ ഗനീമത്തും മറ്റൊക്കെ വരുമ്പോൾ നന്നായി കൊടുക്കും അവർക്ക്, അല്ലെങ്കിൽ മറ്റു രൂപത്തിൽ അവർക്കൊക്കെ പ്രത്യുപകാരം ചെയ്തിട്ടുണ്ട്. എന്നിട്ട് റസൂലുള്ള പറയാണ്, മാ മിൻകും മിൻ അഹദിൻ ലഹു ഇൻദനാ യദുൻ ഇല്ലാ വഖദ് കാഫഅനാ. നിങ്ങളുടെ കൂട്ടത്തിൽ എന്നെ സഹായിച്ച, പരിശുദ്ധ ദീനിനെ സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്, അവർക്കൊക്കെ ഞാൻ പകരം തന്നിട്ടുണ്ട്. മഹല അബൂബക്കർ, ഈ അബൂബക്കർ എന്ന് പറയുന്ന ഒരു മനുഷ്യനൊഴികെ, ഫഇന്ന ലഹു ഇൻദനാ ലയദാ സൗഫ യുകാഫിഉഹു അല്ലാഹു യൗമൽ ഖിയാമ. അദ്ദേഹത്തിനോട് എനിക്ക് പ്രത്യേക കടപ്പാടുണ്ട്, ഈ ഉമ്മത്തിന് പ്രത്യേക കടപ്പാടുണ്ട്. അതിന് പകരം നൽകാൻ എനിക്ക് സാധ്യമല്ല. സൗഫ യുകാഫിഉഹു അല്ലാഹു യൗമൽ ഖിയാമ, അത് അല്ലാഹ് തന്നെ കൊടുത്തോളും ഖിയാമത്ത് നാളിൽ. അതാണ് അബൂബക്കർ. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്തേ അവിടെ തന്നെ നിന്ന് നമസ്കരിക്കാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ അനുസരിക്കാതിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹിക്ക് അറിയാം, ഉമ്മത്ത് പഠിക്കാൻ വേണ്ടിയുള്ള ചോദ്യോത്തരമാണ്. ബഹുമാനപ്പെട്ട ഉമർ അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, ലാ യംബഗി ലിബ്നി അബീ ഖുഹാഫ അൻ യഖിഫ ബൈന യദൈ റസൂലില്ലാഹ്. അതാടോ ദീന്. കണ്ടോ, അബൂ ഖുഹാഫന്റെ മോൻ അബൂബക്കർ അള്ളാന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ നിൽക്കുകയോ, അതിനെന്റെ മനസ്സ് അനുവദിച്ചില്ല നബിയെ. വമൻ യുഅള്ളിം ശആഇറല്ലാഹ് ഫഇന്നഹാ തഖ്വൽ ഖുലൂബ്. അതിനെന്റെ കാലുകൂടിയില്ല നബിയെ, എന്റെ മനസ്സനുവദിച്ചില്ല നബിയെ എന്ന് പറയുന്ന ഒരു ഈമാൻ. ആ ഈമാനിന് അൻ തശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പാടിപ്പറഞ്ഞത് കൊണ്ടായില്ല, അതിന്റെ പൊരുൾ മനസ്സിലാക്കി. തഖ്വൽ ഖൽബ് എന്ന് ഞാൻ നേരത്തെ വിശദീകരിച്ച ഉള്ളിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടുന്ന മഹാന്മാരെ സംബന്ധിച്ചുള്ള ബോധം, അള്ളാഹുവിന്റെ ശആഇറുകളെ സംബന്ധിച്ചുള്ള ബോധം, അത് കൃത്യമായി മനസ്സിലാക്കി ഉണ്ടാവുകയും അതിനനുസരിച്ചുള്ള സ്വഭാവം രൂപപ്പെടുത്തുകയും വാക്കിലും നോക്കിലുമൊക്കെ അതുണ്ടാവുകയും ചെയ്തെങ്കിൽ മാത്രമേ ഈമാൻ നിലനിൽക്കുകയുള്ളൂ. ആ തഖ്വൽ ഖൽബില്ലെങ്കിൽ ബാഹ്യമായ തഖ്വ കൊണ്ടൊരു പ്രയോജനവുമില്ല. അൻ തഹ്ബത അഅമാലുക്കും, റസൂലിനോടുള്ള ബഹുമാനം വേണ്ട വിധത്തിൽ ഉണ്ടായില്ലെങ്കിൽ, സൂൽ അദബ് സംഭവിച്ചാൽ നിങ്ങളുടെ ബാഹ്യമായ അമലുകളൊക്കെ പൊളിഞ്ഞു പോകും.